നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണമൊക്കെയാണ് വരുന്നത്. വീട്ടിലേക്ക് ഒരു പ്രൊജക്ടർ വാങ്ങണമെന്ന് നിങ്ങൾ പല ആളുകൾക്കും ആഗ്രഹമുണ്ടാവും. എന്നാൽ പല ആളുകളും ഏറ്റവും തീരെ വില കുറഞ്ഞ ഒരു പ്രൊജക്ടർ വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും അതിന് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബ്രൈറ്റ്നസ് ഇല്ലായിരിക്കുകയും അതുപോലെ കളറാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കളറൊന്നുമല്ല കിട്ടുന്നത്, പല രീതിയിലുള്ള റെഡിന് പകരം ഗ്രേ കളർ കിട്ടുക, ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ പല ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ ഏറ്റവും തീരെ വില കുറഞ്ഞൊരു പ്രൊജക്ടർ വാങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മളിന്നൊരു മൊബൈൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ 10-20,000 രൂപയെങ്കിലും നമ്മൾ ചിലവഴിക്കും. അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ഒരു TV വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 30,000 മിനിമം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു 350 ഇഞ്ച് വരെ പ്രൊജക്ഷൻ കിട്ടുന്ന ഒരു പ്രൊജക്ടർ അതിന് ഏകദേശം ഇതിനടുത്തൊക്കെ ചിലവഴിക്കണ്ടേ, എന്നാൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ തീരെ വില കുറഞ്ഞതല്ല, നമുക്കൊരു മീഡിയം ബഡ്ജറ്റിൽ നിൽക്കുന്ന എന്നാൽ നല്ല രീതിയിൽ ബ്രൈറ്റ്നസ്സും കളറും ഒക്കെയുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്ടർ, അതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നമ്മുടെ പിക്സ്പാക്ക് ജപ്പാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗോൾഡ് റേ മാസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടറാണിത്. അപ്പോൾ ഇത് കണ്ടു നോക്കാം, നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഫിസിക്കൽ ഇതും അതിനുശേഷം ഇതിൻ്റെ ടെക്നോളജികൾ എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ അൺബോക്സ് ചെയ്യാം. ഇതാണ് പിക്സ്പാക്ക് ഗോൾഡ് റേ പ്രൊജക്ടർ. ഫ്രണ്ട് പാനൽ ഗോൾഡ് നിറത്തിലും നടുവിലായിട്ട് പ്രൊജക്ടർ ലെൻസും ഇരു സൈഡിലും സെൻസറുകളും കാണാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോഡിയാണ് ഇതിൻ്റെത്. മുകൾ ഭാഗത്ത് പിക്സ്പാക്കിൻ്റെ ബ്രാൻഡിങ്ങും പവർ ബട്ടണും ഉണ്ട്. സൈഡിലായിട്ട് എയർ വെന്റുകളും സ്പീക്കറുകളും ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളും കാണാം. റിയർ സൈഡിലാണ് പോർട്ടുകൾ, ഒരു ഓഡിയോ ഔട്ട്, 2 HDMI ഇൻപുട്ടുകൾ, ഒരു USB സ്റ്റോറേജ് പോർട്ട്, ഒരു LAN പോർട്ട്, പിന്നെ പവർ കൊടുക്കാനുള്ള പോർട്ട് എന്നിവയാണ് ഇവിടെ കാണാനാവുക. HDMI പോർട്ടുകൾ HDMI വെർഷൻ 2.1 സപ്പോർട്ടും EARC പിന്നെ CEC സപ്പോർട്ടും ഉള്ളതാണ്. അപ്പോൾ PC ഗെയിമിങ്ങിനും കൂടിയുള്ള ഒരു പ്രൊജക്ടറാണിത്. മാത്രമല്ല ഇത് ഈ ഒരു സെഗ്മെന്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ IPX5 ഡസ്റ്റ് പ്രൂഫ് റേറ്റിംഗ് ഉള്ള ഒരു പ്രൊജക്ടറാണെന്നും പിക്സ്പാക്ക് അവകാശപ്പെടുന്നു. ഈ ഒരു പാക്കേജിൽ പ്രൊജക്ടർ കൂടാതെ ഇത് നിയന്ത്രിക്കാനുള്ള വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫുൾ ഫംഗ്ഷൻ റിമോട്ടും AC പവർ കോഡ്, HDMI കേബിൾ, ഡസ്റ്റ് ക്ലോത്ത്, യൂസർ മാനുവൽ എന്നിവയും കമ്പനി തരുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരം ഒരു സെഗ്മെന്റിൽ TOF ലെൻസ് ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രൊജക്ടറാണിത്. ഇങ്ങനൊരു സെൻസർ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഓട്ടോ ഫോക്കസിനേക്കാൾ കൂടുതൽ വ്യക്തതയോടെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഓട്ടോ ഫോക്കസ്, ഓട്ടോ ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ്, ഓട്ടോ കീസ്റ്റോൺ കറക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമാകും. അതാണ് അതിൻ്റെ പ്രധാന ഗുണം. ഇനി ഇതിൻ്റെ ബ്രൈറ്റ്നസിനെ പറ്റിയായിരിക്കും ചിലർക്ക് സംശയം. 3450 ആൻസി ലൂമൻസ് ആണ് ഇതിന് HDR വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രൈറ്റ്നസ്. അതായത് ആൻസി ലൂമൻസ് ആണ് 3450, ഇത് HDR. ഇനി SDR മോഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് 2450 ആൻസി ലൂമൻസ് ബ്രൈറ്റ്നസ് കിട്ടും. അതായത് ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 600 ആൻസി ലൂമൻസ് ആണ്. ഇതിൻ്റെ 3-4 ഇരട്ടി നമുക്ക് ബ്രൈറ്റ്നസ് സാധാരണ മോഡിൽ പോലും കിട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 50 വാട്ടിൻ്റെ LED ബൾബ് ഓൺ ആക്കിയിട്ട് ഒരു റൂമിൽ പ്രൊജക്ടർ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു മിക്ക പ്രൊജക്ടറുകളും റൂമിൽ 50 വാട്ടിൻ്റെ ഒക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ ഒന്നും കാണിച്ചു തരില്ല. ഇവിടെ പക്ഷെ നമുക്കൊരു 50% ഒക്കെ ആ ഒരു വിഷ്വൽ കാണാമെന്ന് പറയാം. ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. സൂപ്പർ ക്വാളിറ്റി അല്ലേ? Android 13 അധിഷ്ഠിതമായിട്ടുള്ള OS ആണ് ഇതിൻ്റെത്. ഇതുപോലെ ആയിരിക്കും ഹോം ഇന്റർഫേസ്. 3 GB റാമും 32 GB റോമും ഉണ്ട്. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹോം സ്ക്രീൻ കൂടാതെ ആപ്സ്, വീഡിയോ, മ്യൂസിക് എന്നീ ടാബുകളിലും അതാത് കണ്ടന്റുകൾ നമുക്ക് കാണാം. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആപ്പ് സ്റ്റോറും ഉണ്ട്. ബ്രൈറ്റ്നസ്സിൽ മാത്രം കാര്യമില്ലല്ലോ, നമുക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കളർ അല്ലേ? അപ്പോൾ ഈ കളറും ബ്രൈറ്റ്നസും ഒരേ സമയം സംയോജിപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ ഷാർപ്നെസ് ഉള്ള വിഷ്വലുകൾ തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികളാണ് മിനി LED വിഷൻ എക്സും അതുപോലെ തന്നെ ഓറ ബീമും. ഇനി ഇതിൻ്റെ ഓഡിയോ അതും അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വാട്ട് ഔട്ട്പുട്ടുള്ള ബൂം സ്പീക്കറാണ്. 15 വാട്ട് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ നെറ്റി വിളിച്ചേക്കാം. പക്ഷേ ആ 15 വാട്ട് നല്ല കറക്റ്റായിട്ട് 15 വാട്ട് തന്നെയാണ്. നല്ല അടിപൊളി ബേസുള്ള നല്ല ഡെപ്തുള്ള സൗണ്ടാണ് ഇതിൽ കിട്ടുന്നത്. ഇതിൻ്റെ നേറ്റീവ് റെസൊല്യൂഷൻ ഫുൾ HD ആണ്. അതായത് 1920x1080 പിക്സൽ. ഇതിൽ പിക്സൽ ഷിഫ്റ്റിംഗ്, 4K മാസ്റ്ററിംഗ് സപ്പോർട്ടൊക്കെ ഉണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. 12500:1 എന്ന കോൺട്രാസ്റ്റ് റേഷ്യോയും ഇതിനുണ്ട്. ഇനി ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് കടന്നാൽ നമുക്കിതിൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നിവ ഉണ്ടെന്ന് മനസ്സിലാക്കാം. സെറ്റിംഗ്സിൽ പ്രൊജക്ടർ ടേബിൾ ടോപ്പ് ആണോ വാൾ മൗണ്ട് ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് വ്യൂ സെറ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റാളേഷൻ മോഡ്, 4 പോയിന്റ് കീസ്റ്റോൺ കറക്ഷൻ, മാനുവൽ കീസ്റ്റോൺ കറക്ഷൻ, സൂം ഫംഗ്ഷൻ, ഓട്ടോ ഫോക്കസും ഓട്ടോ കറക്ഷനും ഒക്കെ എനേബിൾ ആക്കാനും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ കാണാം. ഇതുകൂടാതെ
പിക്ചറും സൗണ്ടും ഒക്കെ പ്രീസെറ്റ് മോഡുകൾ അനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. പാട്ടായി മാറിയ നെഞ്ചിലെ താളം ചായക്കടക്കോണിൽ ഞാൻ കാത്തു നിന്നെ സുലൈമാനി മധുരമായി തോന്നി നിന്നെ സുറുമയെഴുതിയ കൺകളിൽ സ്നേഹവർണ്ണം. ഇനി ഇതിന്റെ വില തീരെ കുറഞ്ഞ ഒരു പ്രൊജക്ടർ അല്ല. ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. 34,999 ഈ ഒരു പ്രൊജക്ടിന്റെ ശരിയായിട്ടുള്ള വില വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്ന രീതിയിൽ ഇവിടെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് 668 എന്ന കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 8,000 രൂപ ഡിസ്കൗണ്ട് ലഭിക്കും. ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 26,999 ഈ ഒരു നല്ല പ്രൊജക്ടർ വാങ്ങാൻ സാധിക്കും. 1 വർഷത്തിന് വാറണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്ടറിൻ്റെ വിലയും അതുപോലെ സ്പെക്കും ഏകദേശം ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ പലപ്പോഴും പ്രൊജക്ടറുകൾ വാങ്ങിയിട്ടുണ്ടാവും, പല ബ്രാൻഡിൻ്റെ പല പ്രൊജക്ടറുകൾ വാങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വില കുറഞ്ഞ പ്രൊജക്ടർ വാങ്ങിയിട്ട് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഏത് മോഡലാണ് എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ മലയാളത്തിൽ അവിടെ കമൻറ്റ് ചെയ്തേക്കുക. കാരണം ഇതുപോലെ പ്രൊജക്ടറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആ ഒരു കമൻറ്റ് വളരെയേറെ സഹായകരമാവും. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.